ഹലോ, ഗുഡ് മോർണിംഗ്. രത്നരാജ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് പൂരി മസാലയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ സാധാരണ ഉണ്ടാക്കണ മാതിരിയല്ല, ഞാനിതിൽ ചോറ് അരച്ച് ചേർത്തിട്ടുണ്ട്. അതായത് ചോറ് നമുക്ക് ഇഷ്ടമുള്ളത്ര അരച്ച് ചേർക്കാം. അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ ചോറ് മാത്രം ചേർത്തിട്ടും നിങ്ങൾക്ക് കുഴയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. എങ്ങനെ വേണമെങ്കിലും ചേർത്തിട്ട് കുഴയ്ക്കാം കേട്ടോ. ചോറ് പിന്നെ ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ ഇത്തിരി കുഴയ്ക്കാൻ നേരത്തെ നമ്മൾ ഇത്തിരി നല്ലെണ്ണയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണിത് കുഴച്ചത്. നല്ല സോഫ്റ്റ്, നല്ല സാധാരണ ഉണ്ടാക്കണ മാതിരിയല്ല, അടിപൊളി ടേസ്റ്റായിരിക്കും കേട്ടോ. നിങ്ങൾ ചോറ് ചേർത്തിട്ട് ഞാനിത് പിന്നെ ജീരകശാല ചോറിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചോറാണ് ഞാൻ എടുത്തത്. ഏത് ചോറ് വേണമെങ്കിലും എടുക്കുക, കുത്തരിയോ അല്ലെങ്കിൽ വെള്ള അരിയോ, ഏതരി, റേഷൻ അരി, ഏതരി ആയാലും കുഴപ്പമില്ല. പൂരി മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് ടേസ്റ്റ് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ ചോറ് ചേർക്കണം കേട്ടോ. ചോറ് ഞാൻ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നെ മസാല ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഹലോ, എങ്ങനെയുണ്ട് ടേസ്റ്റ്? നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും പറഞ്ഞ മാതിരി പരീക്ഷിച്ച് നോക്കണം. അല്പം ചോറ് ചേർത്ത്, അതറിയില്ലായിരുന്നു, ചോറ് ചേർത്തപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. പറ്റുകയാണെങ്കിൽ നാളെ തന്നെ, വൈകുന്നേരം വേണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ. എളുപ്പമാണ്. ചോറ് നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാവും. ഞാൻ ഇത് കൈമ റൈസാട്ടോ ചേർത്തത്. അത് ഉള്ളത് കൊണ്ടാണ്. മറ്റേ ചോറ് ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ മട്ടനും ഫ്രൈഡ് റൈസുമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ആ അരി ആ ചോറ് എടുത്തു മാത്രമേ ഉള്ളൂ. നമുക്ക് കുത്തരി ഏത് ചോറായാലും കുഴപ്പമില്ല. ചോറിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർക്കാതെ പൊടി എടുത്തിട്ട് ചേർക്കാം. ചോറ് നന്നായി അരയ്ക്കണം. ചോറ് മാത്രം മിക്സിയിൽ അധികം വെള്ളം ചേർക്കാതെ അരയ്ക്കണം കേട്ടോ. എന്നിട്ട് അത് ചേർക്കുക. പിന്നെ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻസ്, പിന്നെ കുറച്ച് പഞ്ചസാര, നല്ലെണ്ണ ചേർത്താണ്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. പിന്നെ ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിൽ മൈദ ചേർക്കണമെങ്കിൽ മൈദ ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൈദ എങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. നല്ലോണം കുമ്പളച്ച് വന്നിട്ടുണ്ട്. കണ്ടില്ല, ഇതൊക്കെ നന്നായിട്ട് കുമ്പളച്ച് തന്നെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒന്നുകൂടി ഉണ്ടാവും. ഇടുമ്പോഴൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ചെറിയ ചീഞ്ഞിട്ടായിരുന്നു, സ്ഥലമില്ല. ശരി, എന്താണെന്ന് എന്തായാലും ഇടാൻ പറ്റുള്ളൂ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.